പള്ളിപ്പെരുന്നാളിൻ്റെ വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള ആർഭാടങ്ങൾ ഉപേക്ഷിച്ച് ചന്ദനപ്പള്ളി വലിയ പള്ളി ഈ തുക ഉപയോഗിച്ച് വൃദ്ധ ദമ്പതിമാർക്ക് സ്നേഹ ചലഞ്ചിലൂടെ വീട് നിർമ്മിച്ച് നൽകി. ആർഭാടങ്ങൾക്ക് ചെലവഴിക്കുന്ന പണം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കണമെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ആഹ്വാനം ചെയ്തിരുന്നു. വളരെ സ്നേഹത്തോടും വളരെ താഴ്മയോടും വിനയത്തോടും കൂടി ഈ സ്നേഹ ചലഞ്ച് ഏറ്റെടുത്ത് സഭയുടെ ആദ്യത്തെ സ്നേഹ ചലഞ്ചിൻ്റെ ഭാഗമായിട്ടുള്ള ബാബാ തിരുമേനിയുടെ ആഹ്വാനപ്രകാരമുള്ള ആദ്യത്തെ ഭവനമായിട്ട്, സഭയിലെ ആദ്യത്തെ ഭവനമായിട്ട് ഞങ്ങളിത് സഭയ്ക്കും അതുപോലെ തന്നെ നാടിനും ഈ ഭവനാംഗങ്ങൾക്കുമായി വളരെ വിനയപുരസ്സരം സമർപ്പിക്കുന്നു. ഓർത്തഡോക്സ് സഭാധ്യക്ഷന്റെ ആഹ്വാനം ഏറ്റെടുക്കുകയായിരുന്നു ചന്ദനപ്പള്ളി വലിയ പള്ളിയിലെ പ്രവാസി കൂട്ടായ്മ. മെയ് 7-8 തീയതികളിലായിരുന്നു ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ പെരുന്നാൾ. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന് പിന്നാലെ കാതോലിക്ക ബാവയുടെ ആഹ്വാനം വന്നു. പള്ളി ഭാരവാഹികളും പ്രവാസി കൂട്ടായ്മയും വെടിക്കെട്ടുപേക്ഷിച്ച് ആ തുക കൊണ്ട് വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചു. വളരെ മനോഹരമായൊരു ഭവനം നിർമ്മിക്കുവാൻ സാധിച്ചു. അവരുടെ പ്രധാനമായൊരു ആഗ്രഹം ഇത് ഓടിട്ട വീട് തന്നെയായിട്ട് അവർക്ക് ലഭിക്കണമെന്ന്. അതുകൊണ്ടാണ് ഞങ്ങളത് ഓടിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. തടിയുടെ ഇതെല്ലാം ഒഴിവാക്കി ഇരുമ്പ് കേഡറുകൾ കയറ്റി വളരെ ഭംഗിയായിട്ട് നല്ല നനയാത്ത ചോരാത്ത നല്ല മനോഹരമായൊരു ഭവനമാക്കി പൂർത്തീകരിച്ച് നൽകുവാനായിട്ട് സാധിച്ചു. 60 ദിവസം കൊണ്ട് വാക്കുപാലിച്ചു. 2 കിടപ്പുമുറികൾ, ഹോൾ, അടുക്കള, ശൗചാലയം എന്നിവ അടങ്ങുന്ന ഒരു സ്നേഹ വീട്. ചോരുന്ന വീട്ടിൽ താമസിച്ചിരുന്ന വൃദ്ധ ദമ്പതിമാർ ഞായറാഴ്ച മുതൽ ഈ സ്നേഹ വീട്ടിൽ താമസം ആരംഭിക്കും. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.